അതായത് ഇത് അറിഞ്ഞതിന് ശേഷം നമ്മൾ വളരെയേറെ അക്സെപ്റ്റായി വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഈ നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും നമ്മൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം രക്ഷിതാവ് ഒരു ഉമ്മ എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇത് നമ്മൾക്ക് വളരെ മറ്റുള്ള രക്ഷിതാക്കൾക്കും കൂടി വളരെ വേദനാജനകമായ പല ആളുകളും വിളിച്ച് ചോദിച്ചു ഇതെന്താ ഇവർ ഇങ്ങനെ ചെയ്തതെന്ന്. ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വയനാട് നടന്ന സിദ്ധാർത്ഥൻ്റെ കൊലക്കേസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണ്. അത് ഒക്കെ എന്നാലും ഇത് ഒരു വിവേചനകരമായ ഒരു വേദനയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേർതിരിവായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. നീതി ലഭിച്ചില്ല എന്ന് തോന്നുന്നു. നീതി ലഭിച്ചില്ല, നമ്മൾ ബാക്കിയുള്ള നടപടിയിലേക്ക് നീങ്ങിയിട്ടില്ല. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉചിതമായ തീരുമാനം എടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവേശനം നേടിയതിനെതിരെ അത് ഗവൺമെൻറ് അതായത് ഇവിടുത്തെ നീതിന്യായ വകുപ്പ് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ഇത്രയും ഒരു ഹീനമായ പ്രവൃത്തി ചെയ്ത കുട്ടികൾക്ക് അവിടെ തടഞ്ഞു വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവേ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ഓരോ രക്ഷിതാക്കളും ഇത് കാണുന്ന സമയത്ത് പറയുന്ന അഭിപ്രായങ്ങൾ ജനസമൂഹം അതാണല്ലോ ഈ ഗവൺമെൻറ് എന്ന് പറയുന്ന പൊതുജന സമൂഹം തിരഞ്ഞെടുത്ത്. അപ്പോൾ അതുപോലും പാലിക്കാത്ത രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഈ ഒരു നടപടി. അതുകൊണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ കൈകൾ ഓരോരോ അച്ഛനമ്മമാരും പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഇപ്പോൾ തൊട്ടടുത്ത പുതുപ്പാടി പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു, നിങ്ങളെല്ലാവരും ന്യൂസ് എഡിറ്റ് ചെയ്തതാണ്. ഇത് ഇനി തുടർന്ന് പോവുക ചെയ്യുന്നത്. ഇവർക്ക് തക്കമായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാലേ ഇത് എന്ത് ചെയ്യും, ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയൂ. അതല്ലാതെ ഇത് തുടർന്ന് പോവുകയാണ് ഇതിലും വലിയ ഒരു ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കർശനമായ നടപടിയെടുത്ത് ഇവർക്ക് കിട്ടേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാവുന്ന എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദന മറ്റൊരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കോളാം. ഇവർ കൊട്ടേഷൻ സംഘത്തിലുള്ള ആളുകളാണ്. അവരെ റൊട്ടേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടു. ഇവരെ ഈ പ്രൊട്ടക്ട് ചെയ്ത് ഇവർ ഈ ഗൂഢാലോചനപരമായിട്ട് ഇതിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കഴിയുന്ന സപ്പോർട്ട് ഇതിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് നീതിപീഠം കൺതുറന്ന് ഇതിന് കർശനമായ നടപടിയെടുത്ത് അവർക്ക് തക്കമായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റായ സന്ദേശമാണോ ഇത് സമൂഹത്തിൽ നൽകുന്നത്? തെറ്റായ സന്ദേശം തന്നെയാണ്. അതായത് ഈ കുട്ടികളെ ഇവിടെ ഈ കൊരങ്ങാട് ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ഇവിടെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് അഡ്മിഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ വളരെയേറെ തെറ്റായ ഇതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ടത്. ഇനി ഞാനും കൂടിയും പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളായി കഴിഞ്ഞാലും അവർക്കും മൈൻഡ് റെഡി ആയിട്ടില്ല, എൻ്റെ ഭാര്യൻ്റെ മൈൻഡൊന്നും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വരെ പോകാൻ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ ചെയ്ത കുട്ടികൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എവിടെ നിന്നാണോ അവിടെ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ള എൻ്റെ ഉള്ളത്. അതുകൊണ്ട് ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. ഇവരെ ഇനി ഇവിടെ നാട്ടിൽ അനുവദിക്കാൻ പാടില്ല.